പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന സൂചന നൽകി ഭാരതം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടമാണ് നടന്നതെന്ന് സൈനിക വൃത്തങ്ങൾ. അതിർത്തിയിലെ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായി തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചു. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും. അതേസമയം പ്രധാനമന്ത്രിയുമായി സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഗൗതം, വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ നീക്കങ്ങൾ ആണ് ഈ കഴിഞ്ഞ മണിക്കൂറിൽ നടന്നതിൽ ഏറ്റവും പ്രധാനം ഓപ്പറേഷൻ സിന്ദൂറിനൊരു 2.0 ഉണ്ടാകുമോ എന്ന സംശയമാണ് എല്ലായിടത്തും നിലനിന്നത്. ഭീകര കേന്ദ്രങ്ങൾ 21 എണ്ണമാണുള്ളത്. 9 ആക്രമിക്കാൻ കഴിഞ്ഞത്. ഇനിയും ആക്രമിക്കുമെന്ന സൂചനയാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടം മാത്രമാണ് നടന്നത് എന്ന് സൈനിക വൃത്തങ്ങൾ സൂചന നൽകുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ 2.0 നമ്മൾ പ്രതീക്ഷിക്കണോ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഏതായാലും അതിർത്തിയിലെ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ എന്താണ് ഭാരതത്തിന്റെ തീരുമാനം? പാർലമെന്റിന്റെ അനക്സ് ഹാളിലാണ് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ ഈ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകാൻ പോകുന്നത്. നേരത്തെ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലും സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് അന്നത്തെ ഭീകരാക്രമണത്തിന്റെ സാഹചര്യം എന്താണ് എന്ന് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ കക്ഷികൾക്ക് മുന്നിൽ വിശദീകരിച്ചിരുന്നു. അന്ന് തന്നെ ഈ സർവകക്ഷി യോഗത്തിലും അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ന് സർവകക്ഷി യോഗത്തിലും വിശദീകരിച്ച ഒരു കാര്യം, ഇതിന് ശക്തമായ പ്രത്യാക്രമണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഈ പ്രത്യാക്രമണം ഉണ്ടാവുകയും പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള വലിയ ആക്രമണം നടക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ സർവകക്ഷി യോഗത്തിനകത്ത് കേന്ദ്ര സർക്കാർ ഈ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുള്ളൊരു വിശദീകരണമാണ് ആദ്യമായി നൽകാൻ പോകുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ യോഗത്തിൽ നടന്ന സംഭവങ്ങൾ എന്താണ് എന്ന് ആദ്യഘട്ടത്തിൽ വിശദീകരിക്കും. അതിനുശേഷം പിന്നീട് ഇപ്പോഴത്തെ അതിർത്തിയിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി കേന്ദ്ര സർക്കാർ പറയും. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നമ്മൾ പൂർത്തീകരിക്കുന്നുവെങ്കിലും അതിനുശേഷം പാകിസ്ഥാൻ അതിർത്തിയിൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുകയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷമുള്ള എല്ലാ രാത്രികളിലും പാകിസ്ഥാൻ ഈ കരാർ ലംഘനം നടത്തുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം അത് വലിയ തോതിൽ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഷെല്ലാക്രമണം പാക് റേഞ്ചേഴ്സ് നടത്തുന്നുണ്ടായിരുന്നു. അതിന് കടുത്ത ഭാഷയിലുള്ള പ്രത്യാക്രമണം ഭാരതത്തിന്റെ സൈന്യവും നടത്തുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നിയന്ത്രണ രേഖയാണെങ്കിലും ഈ ജമ്മു, അതോടൊപ്പം തന്നെ പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ അടങ്ങുന്ന രാജ്യാന്തര അതിർത്തിയിലാണെങ്കിലും ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിനാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചും അതുപോലെ തന്നെ എന്താണ് അതിർത്തിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ളൊരു വിശദീകരണം ഈ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്തിട്ടുള്ള ഈ സർവകക്ഷി യോഗത്തിനകത്തുണ്ടാകും. ഒപ്പം മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ കൂടി സർക്കാർ കേൾക്കും. നേരത്തെ പൂർണ്ണമായൊരു പിന്തുണ സർക്കാരിനും സൈന്യത്തിനും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുന്നോട്ട് വെച്ചിരുന്നു. ഏത് തരത്തിലുള്ള തിരിച്ചടിക്കും ഒപ്പം നിൽക്കുമെന്നൊരു നിലപാടാണ് നേരത്തെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, ഇത് വ്യത്യസ്തമായൊരു നിലപാടാണ്. ബാലാക്കോട്ടിലൊക്കെ എയർ സ്ട്രൈക്ക് നടത്തിയ ഘട്ടത്തിലും 2016 ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ ഘട്ടത്തിലുമൊക്കെ അന്ന് കോൺഗ്രസ് പാർട്ടി ഇതിന് തെളിവ് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ ഉന്നയിച്ചുവെങ്കിൽ ഇപ്പോൾ രാജ്യത്തെ സാഹചര്യം മാറിയിരിക്കുകയാണ്. പഹൽഗാമിന് എതിരെ ഒരു തിരിച്ചടി നൽകണമെന്ന വലിയ വികാരം രാജ്യത്തെ ജനങ്ങൾക്ക് ഇടയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിന്റെ പിന്തുണ അറിയിക്കാൻ തന്നെയാണ് സാധ്യത.